അധികാരം, അഴിമതി, ഇന്ദ്രജാലം, വിപ്ലവം. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ അതിരില്ലാത്ത അത്യാഗ്രഹത്തിന്റെ കനത്ത ഭാരത്താൽ ലോകം പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശതകോടീശ്വരന്മാരായ മുതലാളിമാരും അവരുടെ വിരൽത്തുമ്പിൽ ചലിക്കുന്ന കളിപ്പാവകളായ ഭരണകൂടങ്ങളും ചേർന്ന് ഈ ഭൂമിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. നദികൾ വറ്റിവരണ്ടു. വായു പൂർണ്ണമായും വിഷമയമായി മാറി. മനുഷ്യരാശി അന്ധകാരത്തിൽ മുങ്ങിയ ആ കറുത്ത കാലഘട്ടത്തിലാണ് ചരിത്രത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് മഹാ ഉണർവ്, ദ ഗ്രേറ്റ് അവേക്കനിങ് എന്ന അത്ഭുതം സംഭവിച്ചത്. മനുഷ്യരാശിയിൽ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ഭൗതിക ശാസ്ത്രത്തിന്റെ സകല നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന അവിശ്വസനീയമായ അത്ഭുത ശക്തികൾ തീർത്തും സ്വാഭാവികമായി ലഭിച്ചു. ഉണർന്നെണീറ്റ ഈ പുതിയ രക്ഷകർ അഴിമതി നിറഞ്ഞ പഴയ വ്യവസ്ഥിതികളെ വേരോടെ പിഴുതെറിയുകയും ലോകത്തിന് സമാധാനത്തിന്റെ ഒരു പുതിയ യുഗം സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. സമ്പൂർണമായ അധികാരം അവർ രുചിച്ചതോടെ ലോകത്തിന്റെ വിധി വീണ്ടും മാറി മറിഞ്ഞു. ഇന്നലെയുടെ നായകന്മാർ അധികാരം കയ്യിൽ വന്നപ്പോൾ ഇന്നത്തെ ക്രൂരന്മാരായ സ്വേച്ഛാധിപതികളായി രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ വർഷം 2250. നിയോൺ വെളിച്ചം മാത്രം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മാലിന്യത്താൽ ചുറ്റപ്പെട്ട ഈ വിശാലമായ നഗരത്തിൽ സമൂഹം ക്രൂരമായി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മാന്ത്രിക കഴിവുകളുള്ളവർ ആകാശത്തെ തിളങ്ങുന്ന കൂറ്റൻ ഗോപുരങ്ങളിൽ ശ്രേഷ്ഠർ എന്ന പേരിൽ സമ്പന്നരായ ഭരണവർഗമായി വാഴുന്നു. അവർക്ക് താഴെ സൂര്യപ്രകാശം പോലും ശരിക്ക് കടന്നുവരാത്ത ഇരുളടഞ്ഞ ഭൂമിയിൽ യാതൊരുവിധ രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവുമില്ലാതെ വെറും വിലയില്ലാത്ത യന്ത്രങ്ങളെപ്പോലെ രാപ്പകൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അധിവസിക്കുന്നു. അവർ മർത്യർ എന്ന് അറിയപ്പെട്ടു. സീരിയ നഗരത്തിന്റെ ഒരു കോണിലായി ചേരിയുടെ അടുത്തുള്ള ഇടുങ്ങിയ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ ആര്യൻ വിയർപ്പൊഴുക്കി വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. കാർബൺ പുക നിറഞ്ഞ ആ നഗരത്തിലെ വായു ശുദ്ധീകരണ ഫാക്ടറിയിലെ ജോലിക്കാരനാണ് അവൻ. എന്നും രാവിലെ ഈ വർക്കൗട്ട് പതിവുള്ളതാണ്. ഫ്രഷായി ജോലിക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവൻ ചുമരിൽ ഒട്ടിച്ചു വെച്ച അച്ഛന്റെയും അമ്മയുടെയും പഴയ ഫോട്ടോയിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ചിലപ്പോ ഇന്നായിരിക്കും ആ ദിവസം. ഞാൻ എന്തായാലും ഐക്യത്തിൽ ചേരും, അവൻ പതുക്കെ പറഞ്ഞു. സർക്കാരിനെതിരെ പോരാടുന്ന ഐക്യമെന്ന വിമത സംഘത്തിലെ ആരെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടണമെന്നും എത്ര വലിയ അപകടമാണെങ്കിലും അവരോടൊപ്പം ചേരണമെന്നും അവൻ വല്ലാതെ ആഗ്രഹിച്ചു. പതിവ് പോലെ ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിക്ക് വീടിനടുത്തുള്ള ചെറിയ തട്ടുകടയിൽ അവൻ കയറി. ആര്യനെ കണ്ടതും കടയുടമയുടെ 8 വയസ്സുകാരൻ മകൻ ബെന്നി ഓടി വന്നു. ചേട്ടാ, ഐക്യത്തിൽ ചേർന്നോ? അവൻ ഉറക്കെ ചോദിച്ചു. ആര്യൻ പെട്ടെന്ന് തന്നെ അവന്റെ വായ തന്റെ കൈകൊണ്ട് മൂടി. ഒന്ന് പതുക്കെ ബെന്നി, ആരെങ്കിലും കേൾക്കും. ബെന്നി ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് ശബ്ദം കുറച്ച് അതേ ചോദ്യം വീണ്ടും ചോദിച്ചു. ഇല്ല, ഇന്നലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അവരെ അന്വേഷിക്കാൻ പോവും. ആരെങ്കിലും കിട്ടാതിരിക്കില്ല, ആര്യൻ അവനോട് പറഞ്ഞു. എന്നാ ഞാനും കൂടെ വന്നോട്ടെ, എനിക്കും അവരെ കാണണം. ഒന്ന് പോയേ ബെന്നി, ആദ്യം ചേട്ടൻ, പിന്നെ നീ, ആര്യൻ കുസൃതിയോടെ അവനോടായി പറഞ്ഞു. എന്നാൽ തനിക്കും കൂടെ വരണമെന്ന് ബെന്നി വാശി പിടിച്ചു. ഒടുവിൽ അവന്റെ വാശിക്ക് മുന്നിൽ ആര്യന് സമ്മതിക്കേണ്ടി വന്നു. ആ സന്തോഷത്തിൽ ഒരു ടയറും ഉരുട്ടി ബെന്നി കളിയിലേക്ക് കടന്നു. ആ സമയത്ത് അവിടേക്ക് വന്ന ബെന്നിയുടെ അമ്മ ശ്യാമ, അവനെ എങ്ങനെ വഷളാക്കല്ലേ ആര്യൻ എന്ന് സ്നേഹത്തോടെ ശാസിച്ചു. ചൂടുള്ള പ്രഭാത ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അവർ കുറച്ച് ഗൗരവത്തിൽ അവനൊരു മുന്നറിയിപ്പ് നൽകി. ഇവിടെ താഴെയുള്ള എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരല്ല ആര്യൻ. നീ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ആരും അറിയരുത്. ശ്രേഷ്ഠരുടെ കൈയടി കിട്ടാൻ വേണ്ടി പലരും നിന്നെപ്പോലുള്ളവരെ ഒറ്റയ്ക്കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ്. സൂക്ഷിക്കണം. ഇത് കേട്ട് ആര്യൻ ചിരിച്ചു. ഈ നാട്ടുകാർക്ക് വേണ്ടി ജീവൻ കളഞ്ഞ 2 ധീരരായ പോരാളികളുടെ മകനാണ് ഞാൻ. എനിക്കാരെയും ഒന്നിനെയും പേടിയില്ല. ഈ ശ്രേഷ്ഠരെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതിപ്പം ആരറിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ആര്യൻ കുറച്ച് ശബ്ദം കൂട്ടി തന്നെ പറഞ്ഞു. നീ എന്തേലും ചെയ്യേ, അവസാനം എന്തേലും കുഴപ്പത്തിൽ ചാടിയിട്ട് ഇങ്ങോട്ട് വരരുത്. ശ്യാമ അവനെ സ്നേഹത്തോടെ ശാസിച്ചിട്ട് കടയിലെ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോയി. ആര്യൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഫാക്ടറിയിലേക്ക് തിരിച്ചു. അവിടുത്തെ ഷിഫ്റ്റിന് ശേഷം ബെന്നിയെ കൂട്ടി ഐക്യത്തിൽ തപ്പി പോകാമെന്ന തീരുമാനത്തോടെ അവൻ തട്ടുകടയിലേക്ക് നടന്നു. അപ്പോഴാണ് ബെന്നിയുടെ കടയ്ക്ക് മുന്നിൽ ഭയന്നു നിൽക്കുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ ആര്യൻ കണ്ടത്. യൂണിഫോം ഇട്ട 5 എൻഫോഴ്സറുകൾ ചേർന്ന് ബെന്നിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുകയാണ്. ശ്രേഷ്ഠരുടെ പോലീസ് ഫോഴ്സിനെയാണ് എൻഫോഴ്സേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരും മാജിക്കൽ പവേഴ്സ് ഉള്ളവർ തന്നെയാണ്. കടയിൽ ഐക്യത്തിലൊരു മെമ്പർ സ്ഥിരമായി വരുന്നുണ്ടെന്ന് ആരോ അവരെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു.
തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് അവർ കരഞ്ഞു പറഞ്ഞിട്ടും ആ പോലീസുകാർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ ബെന്നിയുടെ അച്ഛനെ തല്ലാൻ തുടങ്ങി. ആര്യൻ ദേഷ്യത്തോടെ ഇടപെടാൻ മുന്നോട്ടാണെങ്കിലും ശ്യാമ അവനെ നോക്കി വേണ്ടെന്ന് കണ്ണു കാണിച്ചു. പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചത്. കൊച്ചു ബെന്നി ഓടി വന്ന് അച്ഛനെ അടിക്കുകയായിരുന്ന എൻഫോഴ്സറുടെ മുഖത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു. മാഹിർ എന്ന ആ എൻഫോഴ്സർ വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും അലറി. ഈ കൊച്ചിന് ഇത്രയ്ക്ക് ധൈര്യമോ? നിന്നെ ഇന്ന് ഞാൻ... അവൻ ബെന്നിയുടെ അച്ഛന്റെ പിടിവിട്ടിട്ട് ബെന്നിയെ പിടിച്ചു. ആളുകളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളിൽ നിന്ന് തീ ഉണ്ടാക്കാൻ തുടങ്ങി. മാന്ത്രിക ശക്തികളിൽ വളരെ താഴെ നിൽക്കുന്ന ഒരു എൻഫോഴ്സർ ആയിരുന്നു അവനെങ്കിലും മർത്തര്യമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ തികച്ചും ശക്തിശാലികൾ തന്നെയായിരുന്നു. വിരൽത്തുമ്പിൽ നിന്ന് തീയുണ്ടാക്കി അവൻ തന്റെ ശക്തി ഉപയോഗിച്ച് ബെന്നിയുടെ ചെറിയ കൈകൾ പൊള്ളിക്കാൻ തുടങ്ങി. ബാക്കി 4 പേർ ചേർന്ന് ബെന്നിയുടെ അച്ഛനെയും അമ്മയെയും ബലമായി പിടിച്ചുവെച്ചു. ഒരു വിപ്ലവക്കാരിക്ക് ഇടം നൽകിയതിന് അവർക്കിത് തന്നെ കിട്ടണമെന്ന് ചുറ്റും നിന്ന് ചിലർ ക്രൂരമായി പറയുന്നുണ്ടായിരുന്നു. വേദന സഹിക്കാൻ പറ്റാതെയുള്ള ബെന്നിയുടെ നിലവിളി ആ തെരുവിൽ മുടങ്ങി. ആ നിമിഷം ആര്യന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മിന്നൽ പോലെ അവൻ മാഹിറിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. വായുവിൽ ഉയർന്നു ചാടി തന്റെ കാൽമുട്ടുകൊണ്ട് അവന്റെ മുഖത്ത് അതിശക്തമായി ഒരിടി കൊടുത്തു. മൂക്കിൽ നിന്നും ചോരയൊലിപ്പിച്ച് ആ എൻഫോഴ്സർ പുറകോട്ട് തെറിച്ചു വീണു. ചുറ്റും നിന്നവർ ഞെട്ടിപ്പോയി. ഒരു ശ്രേഷ്ഠനെ അടിക്കുന്നത് മരണം വരെ കിട്ടാവുന്ന വലിയ കുറ്റമാണ്. ദൂരെ തെറിച്ചു വീണ് മാഹിർ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്തു നോക്കി നിൽക്കുവാടാ എല്ലാവരും? കൊല്ലടാ അവനെ! മാഹിർ അലറി വിളിച്ചു. അത് കേൾക്കേണ്ട താമസം. കൂടെയുണ്ടായിരുന്നവർ തങ്ങളുടെ ശക്തി കൊണ്ട് ആര്യനെ ആക്രമിക്കാൻ തുടങ്ങി. തീ കൊണ്ടും വെള്ളം കൊണ്ടും വായു കൊണ്ടും അവർ അവനെ ആക്രമിച്ചു. അവന്റെ വെറും ശാരീരിക ശക്തി ആ മാന്ത്രിക പ്രഹരങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ആ അടിയെല്ലാം സഹിച്ച് വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൻ ബെന്നിക്കൊരു കവചമായി നിന്നു. പക്ഷെ മാഹിർ തന്റെ തീ ഉപയോഗിച്ച് ആര്യനെ ഒരു വശത്തേക്ക് തെറിപ്പിച്ചതിന് ശേഷം ബെന്നിയെ പിടികൂടി. അവൻ ബെന്നിയുടെ കഴുത്തിന് പിടിച്ച് വായുവിലേക്ക് ഉയർത്തി. ആ വിപ്ലവകാരിയെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നോക്കി നിൽക്കേ, ഈ ചെറുക്കനെ ഞാൻ കൊല്ലും എന്നലറിക്കൊണ്ട് അവൻ ബെന്നിയെ വീണ്ടും തീ വെച്ച് പൊള്ളിക്കാൻ തുടങ്ങി. ഇത് ആര്യന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ തൊണ്ടയിൽ നിന്നും വല്ലാത്തൊരു അലർച്ച പുറത്തേക്ക് വന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. അവന് ചുറ്റും കിടന്നിരുന്ന ചവറുകളും കല്ലുകളും ഭാരമില്ലാത്തതുപോലെ വായുവിൽ പറക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കി നിൽക്കെ അവൻ വായുവിൽ ഉയരാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. തന്റെ 2 കൈകളും മുന്നോട്ട് വെച്ച് അവൻ വായുവിൽ അതിശക്തമായൊരു തള്ളു നൽകി. കണ്ണിൽ കാണാത്തൊരു കൊടുങ്കാറ്റ് പോലെ ഭയങ്കരമായൊരു ശക്തി അവിടെ ആനടിച്ചു. ബെന്നിയെ ആക്രമിക്കുകയായിരുന്ന മാഹിർ കാറ്റിൽ ഒരു കടലാസ് പോലെ തെറിച്ചുപോയി. അവൻ പിന്നിലെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഭയാനകമായി ചെന്നിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ അവന്റെ എല്ലുകൾ പോലും തകർന്നുപോയി. തൽക്ഷണം അവൻ മരിക്കുകയും ചെയ്തു. ചോരയും പൊടിപടലങ്ങളും നിറഞ്ഞ ആ തെരുവിൽ ആര്യൻ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു. അവന്റെ ചുറ്റുമുള്ളവരുടെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു. തന്റെ ഉള്ളിലെ മാന്ത്രിക ശക്തി ആദ്യമായി ഉണർന്നിരിക്കുന്നു എന്ന വലിയ സത്യം ആര്യൻ തിരിച്ചറിഞ്ഞു. താനൊരു മർത്യനല്ല, മറിച്ച് താൻ ഏറ്റവും വെറുക്കുന്ന ശ്രേഷ്ഠരിൽ ഒരാളാണ്. അതോടൊപ്പം ഒരു കൊലപാതകിയും. ചോരയിൽ കുളിച്ചു കിടക്കുന്ന മാഹിറിന്റെ ജീവനില്ലാത്ത ശരീരത്തിലേക്ക് നോക്കി ആര്യൻ സ്തംഭിച്ചു നിന്നു. അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ആ ഭയാനകമായ ഊർജ്ജപ്രവാഹത്തിന്റെ ആഘാതത്തിൽ ആ തെരുവ് പോലും കുലുങ്ങിപ്പോയിരുന്നു. വായുവിൽ ഇപ്പോഴും കോൺക്രീറ്റിന്റെ പൊടിപടലങ്ങൾ പറന്നു നടക്കുന്നുണ്ട്. ചുറ്റും ഭയാനകമായൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ആൾക്കൂട്ടം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. ആര്യൻ പതിയെ തല ഉയർത്തി ചുറ്റും നോക്കി. അവനെ ആക്രമിച്ച ബാക്കി 4 എൻഫോഴ്സർമാരിൽ 3 പേരും ബോധം കെട്ട് നിലത്ത് കിടപ്പുണ്ട്. ആര്യന്റെ പുതിയ ശക്തിയുടെ ആഘാതത്തിൽ അവരും തെറിച്ചുപോയി കടയുടെ ഭിത്തികളിൽ ഇടിച്ചു വീണതാണ്. എന്നാൽ 5ാമത്തെ എൻഫോഴ്സറെ മാത്രം അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. അവൻ തന്റെ ജീവനും കൊണ്ട് ഓടിയിരിക്കുന്നു. തീർച്ചയായും തന്റെ മുകളിലുള്ള ആഡംബര ഗോപുരങ്ങളിൽ പോയി മുതിർന്ന ശ്രേഷ്ഠരെ വിവരമറിയിക്കാൻ തന്നെയാകും അവൻ പോയത്. ആ ചിന്ത ആര്യനെ ഞെട്ടലിൽ നിന്ന് പെട്ടെന്നുണർത്തി. ഇനി ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. ഭയന്ന് വിറച്ചു നിൽക്കുന്ന കൊച്ചു ബെന്നിയെ അവൻ വാരിയെടുത്ത് അവന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടി. ബെന്നിയെ കണ്ടയുടനെ ശ്യാമയും ഭർത്താവും ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവർ വേഗം ബെന്നിയെ കടയുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. എന്നാൽ ആര്യൻ അവരെ നോക്കിയപ്പോൾ അവരുടെ കണ്ണുകളിൽ അവനോടുള്ള നന്ദിയേക്കാൾ കൂടുതൽ വല്ലാത്തൊരു ഭയമായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ അവർ ഒരു രാക്ഷസനെ പോലെയാണ് നോക്കുന്നതെന്ന് ആര്യന് തോന്നി. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ബെന്നിയെ രക്ഷിച്ചിട്ടും ആ നോട്ടം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ബെന്നിയുടെ അച്ഛൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു, നീ ഒരു ശ്രേഷ്ഠനെ കൊന്നു ആര്യൻ.
മാത്രമല്ല നിന്റെ ഉള്ളിലെ ആ മാന്ത്രിക ശക്തി ഉണരുകയും ചെയ്തു. ആ വലിയ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇനി അവര് വെറുതെ ഇരിക്കില്ല. അവർ നിന്നെ പിടിച്ചു കൊണ്ടുപോകും. മാത്രമല്ല ഞങ്ങൾ എല്ലാവരെയും അവര് നിഷ്കരണം കൊന്നു കളയുകയും ചെയ്യും. നീ കാരണം ഞങ്ങളും ഇപ്പോൾ കുറ്റവാളികളായി. അയാൾ അത് പറയുമ്പോഴേക്കും ശ്യാമ കരഞ്ഞുകൊണ്ട് ആര്യനെ കടയ്ക്ക് പുറത്തേക്ക് തള്ളിയിരുന്നു. നീ വേഗം പോ ആര്യൻ, ഇവിടുന്ന് പോ, എങ്ങോട്ടെങ്കിലും പോ. ഞങ്ങൾക്കും ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വരും മുമ്പ് ഞങ്ങൾക്കും ഇവിടുന്ന് രക്ഷപ്പെടണം. അത് പറഞ്ഞുകൊണ്ട് അവർ വേഗം കടയുടെ വാതിൽ കൊട്ടിയടച്ചു. പിന്നെ തങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. താൻ അവരുടെ ജീവൻ രക്ഷിക്കാൻ ചെയ്ത കാര്യം അവർക്കും കൂടി വലിയ ആപത്തായല്ലോ എന്നോർത്ത് ആര്യന് വല്ലാത്ത കുറ്റബോധം തോന്നി. പക്ഷെ അവരെ കുറ്റപ്പെടുത്താൻ അവന് കഴിയില്ല. ശ്രേഷ്ഠരുടെ പ്രതികാരം അത്രത്തോളം ക്രൂരമാണ്. സ്വന്തം അച്ഛനെയും അമ്മയും കൊന്നൊടുക്കിയ ആ ക്രൂരന്മാരായ ഭരണകൂടത്തിന്റെ ഭാഗമാകാൻ ആര്യന് ഒരിക്കലും കഴിയില്ലായിരുന്നു. താഴെയുള്ള മർത്യരിൽ ആർക്കെങ്കിലും ശക്തി ലഭിച്ചാൽ അവരെ കൊണ്ടുപോയി തങ്ങളുടെ കൂടെ ചേർക്കുക എന്നതാണ് ശ്രേഷ്ഠരുടെ നിയമം. വഴങ്ങിയില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അവന് മുന്നിൽ ഇപ്പോൾ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷനാവുക. നഗരത്തിന്റെ അടിത്തട്ടിലുള്ള വെളിച്ചം ഒട്ടും കിടക്കാത്ത ഇരുണ്ട ലോകത്തേക്ക് ഒളിച്ചോടാൻ അവൻ തീരുമാനിച്ചു. അണ്ടർ സിറ്റി എന്നറിയപ്പെടുന്ന ആ വലിയ അധോലോകത്ത് ചെന്നാൽ ഐക്യത്തിലെ ആരെയെങ്കിലും കണ്ടുമുട്ടാൻ കഴിഞ്ഞേക്കാം. അവിടെ മാത്രമാണ് ഇനി അവൻ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. അവൻ വേഗത്തിൽ തന്റെ ഇടുങ്ങിയ അപ്പാർട്ട്മെന്റിലേക്ക് ഓടി. നിയോൺ വെളിച്ചം മീന് കിടക്കുന്ന ചെളി നിറഞ്ഞ ഇടവഴികളിലൂടെ ഓടുമ്പോൾ അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ ആ പുതിയ ശക്തി അവന്റെ ഞരമ്പുകളിലൂടെ ഇപ്പോഴും ചൂടോടെ ഓടുന്നുണ്ടായിരുന്നു. വഴിയിൽ കണ്ടവരൊക്കെ അവനെ ഭയത്തോടെ നോക്കി മാറി നിന്നു. അതൊന്നും കാര്യമാക്കാതെ അവൻ വീട് ലക്ഷ്യമാക്കി ഓടി. അവൻ വേഗം തന്റെ ചെറിയ റൂമിലെത്തി വാതിലടച്ച് കുറ്റിയിട്ടു. തനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരു വലിയ ബാഗിലേക്ക് അവൻ വലിച്ചു വാരിയിട്ടു. കുറച്ച് ഭക്ഷണവും വെള്ളവും അത്യാവശ്യം മരുന്നുകളും ഒരു കത്തിയുമൊക്കെ അവൻ ആ ബാഗിലേക്കിട്ടു. അവസാനം ഭിത്തിയിലിരുന്ന് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ആ പഴയ ഫോട്ടോയും എടുത്ത് ഒരു വട്ടം നോക്കിയ ശേഷം അവൻ ബാഗിൽ വെച്ചു. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാ, എനിക്ക് തോൽക്കാൻ മനസ്സില്ല, അവൻ പതുക്കെ പറഞ്ഞു. ഇവിടെ നിന്നാൽ എന്തായാലും മരണം ഉറപ്പാണെന്ന് അവൻ അറിയാമായിരുന്നു. എങ്ങനെ അണ്ടർ സിറ്റിയിൽ എത്തുമെന്ന് അവൻ അറിയില്ലായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ആ വലിയ ബാഗ് തോളിലേക്കിട്ട് വാതിലിനടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു വലിയ ശബ്ദം അവൻ കേട്ടത്. ദൂരെ നിന്നും ഒരു വലിയ മൂളൽ പോലെയാണത് തുടങ്ങിയത്. പെട്ടെന്ന് ആ കെട്ടിടം മുഴുവൻ ശക്തമായി കുലുങ്ങാൻ തുടങ്ങി. ഒരു വലിയ ഭൂകമ്പം വന്നതുപോലെ അവന്റെ മുറിയിലെ സാധനങ്ങളെല്ലാം താഴെ വീണ് തകർന്നു. മേൽക്കൂരയിൽ നിന്നും പൊടി താഴേക്ക് വീണു. ആന്റി ഗ്രാവിറ്റി എഞ്ചിനുകളുടെ കാതടിപ്പിക്കുന്ന വലിയ ശബ്ദം ആ ചെറിയ മുറിയുടെ ഭിത്തികളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് അവന്റെ ശ്വാസം നിലച്ചുപോയി. അവന്റെ നെഞ്ചിടിപ്പ് നിന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ സെർച്ച് ലൈറ്റുകൾ അവന്റെ ജനാലയിലൂടെ മുറിയിലേക്ക് വെളിച്ചമടിച്ചു കയറ്റി. ആധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച ആകാശത്തു കൂടെ പറക്കുന്ന അത്യാധുനിക കവചങ്ങളുള്ള നിരവധി വാനുകൾ ആ കെട്ടിടത്തെ പൂർണ്ണമായും വളഞ്ഞിരുന്നു. ഒരു വലിയ പട തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. താൻ വിചാരിച്ചതിലും വേഗത്തിൽ അവർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു കൊലപാതകിയെ, അതും ശക്തി ലഭിച്ചൊരു പുതിയ മർത്തിനെ കണ്ടുപിടിക്കാൻ അവർക്ക് അധിക സമയം വേണ്ടിയിരുന്നില്ല. രക്ഷപ്പെടാൻ ഇനിയൊരു പഴുതുപോലുമില്ല എന്ന് അവന് മനസ്സിലായി. അവൻ ചുറ്റും നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പെട്ടെന്ന് ഒരു വലിയ സ്ഫോടന ശബ്ദത്തോടെ ആര്യന്റെ മുറിയുടെ വാതിൽ തകർന്ന് താഴെ വീണു. അതിന്റെ ആഘാതത്തിൽ ആര്യൻ പുറകോട്ട് വേയിച്ചുപോയി ഭിത്തിയിലിടിച്ചു. ആ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു രൂപം മുറിയിലേക്ക് നടന്നു കയറി. വാതിൽക്കൽ 6 അടിയോളം പൊക്കമുള്ള കറുത്ത കവചമണിഞ്ഞ ശ്രേഷ്ഠരുടെ എൻഫോഴ്സർ കമാൻഡർ നിൽക്കുന്നു. തന്റെ മുഖത്തുള്ള കറുത്ത ഗ്ലാസ് മാസ്ക് അവൻ ഊരി. അവരുടെ കറുത്ത മുടി തോളോടൊപ്പം ഉണ്ടായിരുന്നു. അതെ, അതവരായിരുന്നു. ശ്രേഷ്ഠരുടെയും മർത്യരുടെയും ഇടയിൽ ഒരുപോലെ പ്രശസ്തയായ ദി എമറാൾഡ് വിച്ച്, അദീന. അവർ പതുക്കെ അവന് നേരെ നടന്നു നീങ്ങി. അവന് നേരെ തന്റെ കൈകൾ നീട്ടി ഷേക്കാൻ കൊടുക്കുന്ന പോലെ. ഹായ്, ഞാൻ അദീന. ആര്യനെ പരിചയപ്പെടാൻ വന്നതാണ്. മാന്ത്രിക ശക്തികൾ തിളങ്ങുന്ന കൈകളോട് നിൽക്കുന്ന വാല്യൂ കണ്ണുകളിൽ ആര്യൻ പ്രതീക്ഷിച്ച പോലെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ ആര്യനെ ചുട്ടിരിക്കാനുള്ള പകയുണ്ടായിരുന്നില്ല. പകരം ഒരു തരം നിസ്സംഗതയായിരുന്നു. അതോടൊപ്പം അല്പം കാപട്യവും ഉണ്ടായിരുന്നു. ഒളിച്ചോട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നുവെന്ന് ആര്യൻ ഉറപ്പായി. അടുത്തത് എന്താണെന്നറിയാതെ അവൻ തന്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്ന കമാൻഡർ അദീനയെ കണ്ട് ആര്യനൊന്ന് പതറി. അവളുടെ നീട്ടിയ കൈകളിലേക്കും കാപട്യം നിറഞ്ഞ ചിരിയിലേക്കും അവൻ വെറുപ്പോടെ നോക്കി. എന്താര്യം, എനിക്ക് കൈ തരുന്നില്ലേ? അവൾ വളരെ ശാന്തമായി ചോദിച്ചു. അവളുടെ കൈകളിൽ പച്ച നിറത്തിലുള്ള ഒരു മാന്ത്രിക ഊർജം
നേരിയ തോതിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു തരം കൊടിയ അഹങ്കാരം നിഴലിച്ചിരുന്നു. ദി എമറാൾഡ് വിച്ച് എന്ന് വെറുതെയല്ല അവളെ ഈ നഗരം മുഴുവൻ വിളിക്കുന്നതെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി. അവനൊന്നും മിണ്ടാതെ അവളിൽ നിന്നും പുറകോട്ട് മാറി ഭിത്തിയോട് ചേർന്ന് നിന്നു. അതോടെ അവളുടെ ചുണ്ടിലെ ആ കാപട്യം നിറഞ്ഞ ചിരി പെട്ടെന്ന് മാഞ്ഞു. ആ മുഖത്ത് ഭയാനകമായൊരു ഗൗരവം വന്ന് നിറഞ്ഞു. അപ്പോ നിനക്ക് കൈത്തരാൻ ഉദ്ദേശമല്ല. എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിനക്ക് മുന്നിൽ ഇപ്പോൾ 2 വഴികളാണുള്ളത് ആരെ. അദീന തണുത്ത എന്നാൽ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. 1, ഒരു ശ്രേഷ്ഠനായ എൻഫോഴ്സറെ ക്രൂരമായി കൊന്ന കുറ്റത്തിന് യാതൊരു വിചാരണയുമില്ലാതെ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് നിന്നെ കൊല്ലാം. അതിന് എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. അല്ലെങ്കിൽ 2ാമത്തെ വഴി, നിന്റെ ഉള്ളിൽ ഉണർന്ന ഈ പുതിയ ശക്തിയെ അംഗീകരിച്ച് ഞങ്ങളുടെ കൂടെ, ശ്രേഷ്ഠരുടെ കൂടെ ചേരുക. ഈ വിലയില്ലാത്ത മർത്യരുടെ അഴുക്ക് നിറഞ്ഞ ചേരിയും കഷ്ടപ്പാടുമൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം മുകളിലെ മനോഹരമായ ഗോപുരങ്ങളിൽ ഒരു രാജാവിനെ പോലെ ജീവിക്കാം. ഏതു വഴി വേണമെന്ന് നിനക്ക് ഇപ്പോൾ തീരുമാനിക്കാം. ബുദ്ധിയുണ്ടെങ്കിൽ 2ാമത്തെ വഴി നീ തിരഞ്ഞെടുക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ ആര്യന്റെ ഉള്ളിലെ ചോര അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ രാജാക്കന്മാർക്കെതിരെ പ്രതികരിച്ചതിന് തന്റെ അച്ഛനെയും അമ്മയെയും ക്രൂരമായി കൊന്നൊടുക്കിയ അതേ ആളുകളാണ് ഇപ്പോൾ തനിക്ക് മുന്നിൽ അതേ രാജപദവി വെച്ച് നീട്ടുന്നത്. ആ വലിയ ആഡംബര ഗോപുരങ്ങളിലെ സുഖസൗകര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം വെറും മാലിന്യത്തിന് തുല്യമായിരുന്നു. തന്റെ മാതാപിതാക്കളുടെ അഭിമാനത്തേക്കാൾ വലുതല്ല അവരുടെ ആഡംബരങ്ങൾ. 24 വർഷങ്ങളായി അവന്റെ ഉള്ളിൽ എരിയുന്ന പക അപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവൻ അവളെ രൂക്ഷമായി കണ്ണെടുക്കാതെ നോക്കി. അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അവന്റെ അഭിമാനം അവനെ അനുവദിച്ചില്ല. പകരം അവൻ തന്റെ വായിൽ നിറഞ്ഞ ഉമിനീർ അവളുടെ വിലകൂടിയ കറുത്ത ബൂട്ടിന് മുന്നിലേക്ക് അറപ്പോടെ കാർക്കിച്ചു തുപ്പി. എന്നിട്ട് പല്ലിറുമിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചോര പുരണ്ട ശപിക്കപ്പെട്ട ഗോപുരങ്ങളിൽ വന്ന് താമസിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എന്നെ നിന്റെ കൂടെ കൂട്ടാമെന്ന് നീ സ്വപ്നം കാണുകയും വേണ്ട അദീന. എന്റെ ഈ പുതിയ ശക്തി അത് നിങ്ങളെപ്പോലെയുള്ള അഴിമതിക്കാരായ കൊലപാതകികളായ മാന്ത്രികരെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമുള്ളതാ. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളോട് പോരാടും. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നശിപ്പിക്കും. ഇത് കേട്ട അദീനയുടെ മുഖം അനിയന്ത്രിതമായി ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. ഡാ നരുന്ത് ചെറുക്ക, ഇപ്പം പൊട്ടിമുളച്ച ഈ കഴിവ് കണ്ടിട്ടാണോ നീ നിഗളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാ ചേരുന്നത് എന്നലറിക്കൊണ്ട് അവൾ തന്റെ കൈകളിലെ പച്ച നിറത്തിലുള്ള മാന്ത്രിക ഊർജം അവന് നേരെ സർവശക്തിയും എടുത്ത് പ്രയോഗിച്ചു. ഒരു വലിയ തീജ്വാല പോലെ, അല്ലെങ്കിൽ മൂർച്ചയുള്ള ഒരു ചാട്ടുളി പോലെ അത് ആര്യന്റെ നെഞ്ചിലേക്ക് അതിവേഗം പാഞ്ഞുവന്നു. എന്നാൽ ആര്യന്റെ ഉള്ളിലെ അദൃശ്യമായ ടെലികൈനറ്റിക് ശക്തി അപ്പോൾ ഉണർന്നു കഴിഞ്ഞിരുന്നു. അവൻ തന്റെ ഇരു കൈകളും മുന്നോട്ടാന് ആ വലിയ പ്രഹരത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. അവന്റെ അനിയന്ത്രിതമായ ശക്തിയിൽ ആ മാന്ത്രിക പ്രഹരം വഴിമാറി മുറിയുടെ ഭിത്തിയിലിടിച്ച് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ആഘാതത്തിൽ ഭിത്തിയുടെ ഒരു ഭാഗം തന്നെ തകർന്നു വീണു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. അദീനയുടെ തുടർന്നുള്ള ആക്രമണങ്ങൾ വളരെ കൃത്യതയുള്ളതും അതിമാരകവുമായിരുന്നു. വർഷങ്ങളായി കഠിനമായ പരിശീലനം നേടിയ അവളുടെ മാന്ത്രിക വിദ്യകൾക്ക് മുന്നിൽ ആര്യന്റെ ശക്തി വെറും പരുക്കനായിരുന്നു. അവന് തന്റെ ശക്തിയെ എങ്ങനെ കൃത്യമായി നിയന്ത്രിക്കണമെന്ന് ഒരെത്തും പിടിയും ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ശക്തി ഉപയോഗിച്ച് മുറിയിലെ കനത്ത മേശയും കസാരകളും തകർന്ന ഭിത്തിയുടെ വലിയ കല്ലുകളും വായുവിൽ ഉയർത്തി അവൾക്ക് നേരെ ശക്തിയായി വലിച്ചെറിഞ്ഞു. എന്നാൽ അദീന അതെല്ലാം വളരെ നിസ്സാരമായി ഒരു പുഞ്ചിരിയോടെ തട്ടിമാറ്റി. അവൾ വീണ്ടും വീണ്ടും പച്ച നിറത്തിലുള്ള മാന്ത്രിക ഊർജം കൊണ്ട് അവനെ അതിക്രൂരമായി ആക്രമിച്ചു. അവളുടെ ഓരോ പ്രഹരവും തടുക്കാൻ ആര്യൻ നന്നേ ബുദ്ധിമുട്ടി. ഐക്യത്തിൽ ചേരാനായി രാപ്പകൽ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം കുറ്റമല്ലാത്ത മെയ്വഴക്കം ആര്യനുമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു അവൻ അവളോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അവന്റെ ദേഹത്ത് പലയിടത്തും ആഴത്തിലുള്ള മുറിവുകളേറ്റു. തലയിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ അതിശക്തമായ ഒരു പ്രഹരത്തിൽ അവൻ പൂർണ്ണമായും തളർന്ന് നിലത്തു വീണു. അവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അദീന അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. തന്റെ കനത്ത ബൂട്ടിട്ട കാൽ അവന്റെ കഴുത്തിൽ വെച്ച് ശക്തിയായി അമർത്തിക്കൊണ്ട് വിജയഭാവത്തിൽ പറഞ്ഞു, നിന്റെ ഈ ചെറിയ ശക്തി വെച്ചെന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതിയോ? മർത്യർ എപ്പോഴും ഞങ്ങളുടെ കാലിനടിയിൽ തന്നെ കിടക്കേണ്ടവരാണ്. മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ ആര്യൻ. ആര്യന്റെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് അവൻ കരുതിയ ആ അവസാന നിമിഷത്തിലാണ് ആ അത്ഭുതം സംഭവിച്ചത്. അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ജനാല ചില്ലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു വീണു. പുറത്തുനിന്ന് ആരോ മുറിയിലേക്ക് ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള നിരവധി സ്മോക്ക് ബോംബുകൾ വലിച്ചെറിഞ്ഞു.
നിമിഷനേരം കൊണ്ട് ആ മുറി മുഴുവൻ ശ്വാസം മുട്ടിക്കുന്ന കട്ടികൂടിയ പുക നിറഞ്ഞു. അതീനയ്ക്ക് തന്റെ തൊട്ടുമുന്നിലെ കാര്യങ്ങൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അവൾക്ക് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അവൾ ആര്യന്റെ കഴുത്തിൽ നിന്നുള്ള കാൽ മാറ്റി ചുമച്ചുകൊണ്ട് പുറകോട്ട് മാറി. പെട്ടെന്ന് ആ തകർന്ന ജനാലയിലൂടെ തുടർച്ചയായ ലേസർ വെടിയൊച്ചകൾ കേട്ടു. അത് വളരെ കൃത്യതയുള്ള സപ്രഷർ ഫയർ ആയിരുന്നു. അതോടെ അതീനയ്ക്കും അവൾക്ക് പിന്നിലുണ്ടായിരുന്ന മറ്റു കാവൽക്കാർക്കും ഒരടി പോലും നടക്കാൻ കഴിയാതെയായി. തൊട്ടടുത്തുണ്ടായിരുന്ന മേശയും കസാരയുമൊക്കെ വെച്ച് അവർ സ്വയം സംരക്ഷിച്ചു. ആ കനത്ത പുകയ്ക്കിടയിലൂടെ പെട്ടെന്ന് കറുത്ത വസ്ത്രങ്ങളും മുഖംമൂടിയും ധരിച്ച ചിലർ മുറിയിലേക്ക് മിന്നൽ പോലെ ചാടിയിറങ്ങി. അവർ വന്ന് വീണ് കിടക്കുകയായിരുന്ന ആര്യന്റെ കൈകളിലും കാലുകളിലും പിടിച്ച് അവനെ വായുവിലേക്ക് ഉയർത്തി ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അവർ ആരാണെന്ന് ആര്യന് മനസ്സിലായില്ല. പുറത്തപ്പോഴേക്കും ശ്രേഷ്ഠരുടെ സേനയും ആ മുഖംമൂടി ധരിച്ചവരും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ തുടങ്ങിയിരുന്നു. മാന്ത്രിക ശക്തികളും ആധുനിക ആയുധങ്ങളും തമ്മിലുള്ള ഭയാനകമായ പോരാട്ടം. ആ മുഖംമൂടിക്കാർ ആര്യനെയും വലിച്ച് നഗരത്തിന്റെ അടിത്തട്ടിലുള്ള ആ ഇടുങ്ങിയ ഇരുണ്ട തുരങ്കങ്ങളിലേക്ക് അതിവേഗം ഇറങ്ങിപ്പോയി. മലിനജലം കെട്ടിക്കിടക്കുന്ന ആ ഇടുക്കിലൂടെ അവർ അവനെയും ചുമലിലേറ്റി ഓടുമ്പോൾ ആര്യന് തന്റെ ബോധം പതിയെ മറയുന്നത് പോലെ തോന്നി. ആദ്യമായി തന്റെ വലിയ ശക്തി പ്രയോഗിച്ചതിന്റെ കടുത്ത ക്ഷീണവും അതീനയുമായുള്ള യുദ്ധത്തിലേറ്റ വലിയ മുറിവുകളിൽ നിന്നുള്ള വേദനയും അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അവന്റെ കണ്ണുകൾ അവനറിയാതെ തന്നെ പാതി അടഞ്ഞു. അവന്റെ ശരീരത്തിൽ നിന്നും അപ്പോഴേക്കും ഒരുപാട് ചോര വാർന്നു പോയിരുന്നു. തന്റെ ചുറ്റും നടക്കുന്ന ഭയാനകമായ വെടിവയ്പ്പിന്റെയും ബൂട്ടിട്ട കാലുകളുടെ ഓട്ടത്തിന്റെയും ശബ്ദങ്ങൾ അവന് പതുക്കെ പതുക്കെ കേൾക്കാതെയായി. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവനറിയില്ലായിരുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ പൂർണ്ണമായി മൂടി. ആര്യന്റെ ലോകം പതിയെ നിശബ്ദതയിലേക്ക്, വേദനകളില്ലാത്ത പൂർണ്ണമായ അന്ധകാരത്തിലേക്ക് വഴുതി വീണു. അവൻ പൂർണ്ണമായും ബോധരഹിതനായി. പെട്ടെന്ന് ശ്വാസം വിലങ്ങിയതുപോലെ ആര്യൻ ഞെട്ടി ഉണർന്നു. ഒരു വലിയ പേടി സ്വപ്നത്തിൽ നിന്നെന്ന പോലെ അവൻ വായുവിനായി ആഞ്ഞു വലിച്ചു. അവന്റെ നെഞ്ചു വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തുറക്കാൻ അവൻ നന്നേ പാടുപെട്ടു. കാഴ്ച തെളിഞ്ഞപ്പോൾ അവനൊരു മങ്ങിയ വെളിച്ചം മാത്രമുള്ള തണുത്തുറഞ്ഞ ഒരു വലിയ ഭൂഗർഭ ബങ്കറിലാണെന്ന് മനസ്സിലായി. ഈർപ്പവും പഴയ ഇരുമ്പിന്റെ തുരുമ്പിച്ച മണവും ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള ഒരു വലിയ കട്ടിലിൽ കട്ടിയുള്ള തുകൽ ബെൽറ്റുകൾ ഉപയോഗിച്ച് അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൻ സർവ്വശക്തിയും എടുത്ത് കുതിരാൻ ശ്രമിച്ചു. പക്ഷെ ആ കെട്ടുകൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് ഒരടി പോലും അനങ്ങാൻ കഴിഞ്ഞില്ല. കമാൻഡർ അധീനയുമായുള്ള പോരാട്ടത്തിലേറ്റ മുറിവുകളിൽ നിന്ന് ഇപ്പോഴും നേരിയ വേദന അവന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ആരോ മരുന്ന് വെച്ച് കെട്ടിയിരുന്നു. അപ്പോഴാണ് അവന് മുന്നിലായി ഇരുട്ടിൽ ഒരു മേശപ്പുറത്തിരിക്കുന്ന ആ രൂപത്തെ അവൻ ശ്രദ്ധിച്ചത്. മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തീപ്പൊള്ളലേറ്റതുപോലെ വലിയ പാടുകളുള്ള ഒരു സ്ത്രീ. അവരുടെ കണ്ണുകളിൽ യുദ്ധം കണ്ട് തഴമ്പിച്ച ഒരു പോരാളിയുടെ കരുത്തുണ്ടായിരുന്നു. അവർ വളരെ ശാന്തമായി തന്റെ വിരലുകൾക്കിടയിലൂടെ മാന്ത്രികമായ അഗ്നിജ്വാലകൾ നെയ്തെടുത്ത് കളിക്കുകയായിരുന്നു. ആ തീവെളിച്ചത്തിൽ അവരുടെ മുഖത്തെ പാടുകൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതായി തോന്നി. ആര്യൻ ഉണർന്നത് കണ്ടതും അവരുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിടർന്നു. ഒരു ഞൊടിയിടയിൽ അവർ ആ തീജ്വാല കെടുത്തിക്കളഞ്ഞു. ഐക്യത്തിലേക്ക് നിനക്ക് സ്വാഗതം ആര്യൻ. അവരുടെ ഗാംഭീര്യമുള്ള ശബ്ദം ആ ബങ്കറിൽ മുഴുവൻ മുഴങ്ങി. അവൻ അത് കേട്ട് കണ്ണു തള്ളിയിരുന്നു. ഈ കെട്ടുകളൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റിക്കാണ്, ഞാനിത് അഴിക്കട്ടെ. അവർ അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി. അവർ എഴുന്നേറ്റ് വന്ന് തന്റെ കയ്യിലുള്ള മൂർച്ചയേറിയ ചെറിയ കത്തി ഉപയോഗിച്ച് അവനെ കെട്ടിയിരുന്ന തുകൽവാറുകൾ ഒറ്റയടിക്ക് മുറിച്ചു മാറ്റി. ഞാൻ താര. നീ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന ഐക്യത്തിന്റെ തലവൻ ഞാൻ തന്നെയാണ്. ഇന്നലെ രാത്രി നീ കാട്ടിയ ധൈര്യം എനിക്കിഷ്ടമായി. കെട്ടുകളിൽ നിന്നും സ്വതന്ത്രനായ ആര്യൻ പതിയെ എഴുന്നേറ്റു. ശരീരമാകെ നല്ല വേദനയുണ്ടായിരുന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. താര അവനെ ആ ബങ്കറിന് പുറത്തേക്ക് അവരുടെ വലിയ ഒളിത്താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വലിയ ഇരുമ്പുവാതിൽ കടന്ന് പുറത്തെത്തിയ ആര്യൻ ആ കാഴ്ച കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതൊരു ചെറിയ ഭൂഗർഭ ചന്ത പോലെ തോന്നിപ്പിച്ചു. നഗരത്തിന്റെ അടിത്തട്ടിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വലിയ തുരങ്കമായിരുന്നു അത്. അവൻ അവിടെ സാധാരണക്കാരായ മർത്തരെ മാത്രമല്ല കണ്ടത്, മറിച്ച് മാന്ത്രിക ശക്തികളുള്ള ഒട്ടേറെ പേരുണ്ടായിരുന്നു. ശ്രേഷ്ഠരുടെ ക്രൂരമായ ഭരണത്തോട് എതിർപ്പുള്ളതുകൊണ്ട് അവരുടെ പദവികൾ വലിച്ചെറിഞ്ഞിറങ്ങിപ്പോന്നവരാണ് ഈ റോഗ് മേജുകൾ. ഏകദേശം 30ഓളം ആളുകൾ അവിടെ ഉണ്ടാകുമെന്ന് അവന് തോന്നി. അവർക്കിടയിലൂടെ ആര്യൻ അത്ഭുതത്തോടെ നടന്നു. ഒരു വശത്ത് പഴയ തോക്കുകളും മറ്റ് ആയുധങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സാധാരണക്കാരായ മർത്യർ, മറുവശത്ത് തങ്ങളുടെ മാന്ത്രിക ശക്തികൾ പരിശീലിക്കുന്ന റോഗ് മേജുകൾ. വർഷങ്ങളായുള്ള വലിയ ശത്രുതയും വ്യത്യാസങ്ങളും മറന്ന് അവർ പരസ്പരം സഹായിക്കുന്നതും ഒരൊറ്റ ലക്ഷ്യത്തിനായി ഒരുമിച്ച് നിൽക്കുന്നതും കണ്ടപ്പോൾ ആര്യന്റെ ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നി.
താൻ ഇത്രയും നാൾ സ്വപ്നം കണ്ട തന്റെ അച്ഛനും അമ്മയും ജീവൻ കൊടുത്ത ആ വലിയ പോരാട്ടത്തിന്റെ യഥാർത്ഥ മുഖമാണ് അവനിപ്പോൾ കാണുന്നത്. താൻ ദിവസവും പരിശീലിച്ചത് ഇവിടെ എത്തിച്ചേരാനായാണ്. തനിക്കുള്ള സൈന്യം ഇവിടെയുണ്ടെന്ന് അവൻ ഉറപ്പായി. നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് അദീനയുടെ ആ കാപട്യം നിറഞ്ഞ ചിരിയും താൻ കൊലപ്പെടുത്തിയ ആ എൻഫോഴ്സറുടെ ചോരയിൽ കുളിച്ച ശരീരവും അവന് മനസ്സിലേക്ക് കടന്നു വന്നു. ഒരു നിമിഷം അവനൊന്ന് പതറി. ആ പഴയ ദേഷ്യവും പകയും നിസ്സഹായതയും അവനിൽ വീണ്ടും കൊടുങ്കാറ്റ് പോലെ അലയടിച്ചു. അവന്റെ മുഷ്ടികൾ അറിയാതെ ചുരുണ്ടു. ആ നിമിഷം അവന്റെ ഉള്ളിൽ അനിയന്ത്രിതമായ ടെലികൈനറ്റിക് ശക്തി അവൻ അറിയാതെ തന്നെ പുറത്തേക്ക് തെറിച്ചു. അത് തൊട്ടടുത്തുണ്ടായിരുന്ന ചെറിയൊരു പവർ ജനറേറ്ററിലേക്ക് ആനടിച്ചു. ഭയാനകമായൊരു ശബ്ദത്തോടെ ആ ഇരുമ്പ് ജനറേറ്റർ തകർന്ന് തരിപ്പണമായി. വലിയ തീപ്പൊരികൾ ചുറ്റും ചിതറിത്തെറിച്ചു. ആ ഭാഗത്തെ വെളിച്ചം പൂർണ്ണമായും അണഞ്ഞു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി. മാന്ത്രിക ശക്തികളില്ലാത്ത സാധാരണക്കാരായ മർത്യർ ഭയന്ന് തങ്ങളുടെ തോക്കുകൾ ഉടൻ തന്നെ ആര്യന് നേരെ ചൂണ്ടി. അവനൊരു അപകടകാരിയാണെന്ന് അവർക്ക് തോന്നി. താൻ കാരണം വീണ്ടും ഒരു പ്രശ്നമുണ്ടായല്ലോ എന്നോർത്ത് ആര്യൻ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയി. അവൻ തന്റെ കൈകളിലേക്ക് തന്നെ നോക്കി നിന്നു. എല്ലാവരും തോക്കുകൾ താഴെയിട്, താര ഉറക്കെ അലറി. അവരുടെ ശബ്ദത്തിലെ അധികാരത്തിന് മുന്നിൽ എല്ലാവരും അനുസരണയോടെ പിന്മാറി തോക്കുകൾ താഴ്ത്തി. താര അവരോടായി പറഞ്ഞു, നിങ്ങൾ ഇവനെ ഭയക്കേണ്ടതില്ല. ഇവൻ ശത്രുവല്ല, നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. എന്നിട്ടവർ ആര്യന് നേരെ തിരിഞ്ഞു. അവന് മനസ്സിലാകുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. നിന്റെ ഈ ശക്തി അതൊരു കൈനറ്റിക് അനോമലിയാണ്. ശ്രേഷ്ഠരുടെ ശക്തി മാന്ത്രികതയാണ്. എന്നാൽ നിന്റെ ഇത് പൂർണ്ണമായും ഭൗതികമാണ്. മേ ബി മാന്ത്രികതയുടെ തൊട്ടടുത്ത വേർഷൻ. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠർ ഉപയോഗിക്കുന്ന ആധുനിക മാന്ത്രിക സെൻസറുകൾക്ക് ഒരിക്കലും നിന്റെ ഈ ഊർജത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അവരുടെ സ്കാനറുകളിൽ നീ വെറും ഒരു സാധാരണ മർത്യൻ മാത്രമാണ്. അതാണ് നിന്നെ യുദ്ധത്തിൽ നമ്മുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാക്കുന്നത്. താരയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആര്യന് ആശ്വാസമായി. പക്ഷെ അവന്റെ മനസ്സിൽ കുറച്ചേറെ സംശയങ്ങളും നിറഞ്ഞു. ഇതൊക്കെ ഇവർക്കെങ്ങനെ ഇത്ര കൃത്യമായിട്ടറിയാം? ആര്യനിപ്പോൾ ചിന്തിക്കുന്നത് ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്നല്ലേ? താര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. താരയ്ക്ക് മനസ്സ് വായിക്കാൻ അറിയാമോ? അവൻ അത്ഭുതത്തോടെ തിരിച്ചു ചോദിച്ചു. അതിന് മറുപടിയായി അവൾ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് എന്തോ പറയാനായി തുടങ്ങി. ആര്യൻ എത്ര ദിവസമായി ഇവിടെ എത്തിയിട്ടെന്ന് അറിയാമോ? 3-ാം ദിവസം. അതിനോടകം അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ ഞങ്ങൾ നടത്തി. മാത്രമല്ല, അനോമലിയായി ആര്യൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ളത്. അവൾ ഒരു കണ്ണിറുക്കിക്കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു. എന്നാൽ ആ സമയം ആ വലിയ ഭൂഗർഭ ഗുഹയെ വിറപ്പിച്ചുകൊണ്ട് ബങ്കറിന്റെ പ്രോക്സിമിറ്റി അലാറങ്ങൾ അപായ സൂചന നൽകിക്കൊണ്ട് കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ മുഴങ്ങാൻ തുടങ്ങി. ചുവന്ന വെളിച്ചം അവിടെയാകെ മിന്നിമറഞ്ഞു. എല്ലാവരും ഭയത്തോടെ ചുറ്റും നോക്കി. ആര്യന്റെ നെഞ്ചിടിപ്പ് കൂടി. സൈറണുകളുടെ ശബ്ദം അവരുടെ സംസാരത്തെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. താര, അവര് ഈ ഇടത്താവളം കണ്ടെത്തി. ആരോ ഒരാൾ അവളുടെ അടുത്തെത്തി പറഞ്ഞു. ഹൗ? എങ്ങനെ? താര അലറി. മേ ബി ഇവന്റെ രക്തത്തിന്റെ മണം പിടിച്ചാവും, അയാൾ മറുപടി നൽകി. പെട്ടെന്ന് അവരുടെ ഒളിത്താവളത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ആ വലിയ ഇരുമ്പ് വാതിലുകൾ കടുത്ത ചൂടിൽ വലിയ ശബ്ദത്തോടെ ഉരുകി താഴേക്ക് വീണു തുടങ്ങി. ആ വാതിലുകൾക്ക് പിന്നിൽ ഇരുട്ടിൽ നിന്നും തിളങ്ങുന്ന ചുവന്ന കണ്ണുകളുള്ള ഭയാനകമായ രൂപമുള്ള 100 കണക്കിന് ശ്രേഷ്ഠരുടെ ഹണ്ടർ ഡ്രോണുകൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഒരു വലിയ ഇരമ്പലോടെ പറന്നിറങ്ങുകയായിരുന്നു. മരണത്തിന്റെ തണുത്ത മണം ആ ഭൂഗർഭ അറയിൽ പെട്ടെന്ന് പരന്നു കഴിഞ്ഞിരുന്നു.